നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 1 തന്നെ യൂണിറ്റ് 4 ഷാർലിമേ റോളിൻസിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ഇറ്റ്സ് വാല്യൂസ് ആൻഡ് ഇമ്പോർട്ടൻസ് പേജ് നമ്പർ 164 തൊട്ട് 166 വരെയുള്ള പേജസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഷാർലിമേ ഹിൽ റോളിൻസ് എന്ന് പറയുന്നത് ഒരു പൈനിയറിംഗ് ലൈബ്രറിയൻ, റൈറ്റർ ആൻഡ് സ്റ്റോറി ടെല്ലർ ആയിരുന്നു. ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചറിലാണ് ഇവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് ഷീ വർക്ക്ഡ് ആസ് എ ഹെഡ് ഓഫ് ലൈബ്രറിയൻ ഓഫ് ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ദി ഷിക്കാഗോ പബ്ലിക് ലൈബ്രറി. ആൻഡ് ആഫ്റ്റർ ഹർ റിട്ടയർമെൻറ്റ് അവർ എന്താ പറയുക, ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലാണ് കൂടുതൽ റീഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് കേട്ടോ. ആൻഡ് ഇവർ ജനിച്ചതെന്ന് പറയുന്നത് മിസിസിപ്പിയിലാണ്. 1979 ഇവർ മരിച്ചത്. ലൈബ്രറിയൻ ആയിരുന്നു. സോ നമുക്ക് അവരുടെ തന്നെ പഠിക്കുക, അവരുടെ സ്റ്റോറി ടെല്ലിംഗ് ഇറ്റ്സ് വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ 164 തൊട്ട് 166 വരെയുള്ള 2 പേജസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ സ്റ്റോറി ടെല്ലിംഗ്, അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഓഫ് ഓൾ ആർട്സ് ആണ്. ആസ് ഫാർ എസ് ആർക്ക്, അതായത് എത്ര നമ്മൾ റിമെമ്പർ ചെയ്യാൻ ശ്രമിച്ചാലും ആളുകൾ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കേൾക്കുന്നതാണ് അല്ലേ. നമ്മളെ വളർത്തുന്നതും ഒക്കെ, കുഞ്ഞിലെ വളർത്തുന്നതും ഉറക്കുന്നതും എല്ലാം സ്റ്റോറീസ് പറഞ്ഞിട്ടാണ്. സോ പീപ്പിൾ ടോൾഡ് സ്റ്റോറീസ് ടു ഈച്ച് അതർ അല്ലേ. അതുപോലെ തന്നെ പീപ്പിൾ ലിസൺ ടു ദി സ്റ്റോറീസ്. സോ എത്ര സെഞ്ചുറീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മെൻ, അതായത് ആളുകൾ, ഹ്യൂമൻ ബീയിങ്സ് അവരുടെ എക്സ്പീരിയൻസ്, ഫീലിങ്സും എല്ലാം സ്പോക്കൺ വേർഡിലൂടെ സക്സീഡിങ് ജനറേഷനിലൂടെ, അതായത് ഫ്രം ഫോർഫാദേഴ്സ് ടു ദെയർ സക്സസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റോറീസ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്? ഇപ്പോൾ പിൽഗ്രിമേജിന് പോയ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ജെറുസലേമിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തീർത്ഥാടനത്തിൽ പോയി, അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറീസ് ഉണ്ട്. പിൽഗ്രിംസ് ഇപ്പോൾ അവരുടെ ജേർണീസ്, ജെറുസലേമിൽ നിന്ന് തിരിച്ചു വരുന്ന ജേർണീസ് അല്ലെങ്കിൽ ജെറുസലേമിലോട്ട് പോകുന്ന ജേർണീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ട്രാവൽ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്, ഈ എന്താ പറയുക, ഈ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ട്രാവലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ജർമ്മൻ ആണെങ്കിലും ആയിക്കോട്ടെ, ഏത് രാജ്യക്കാരാണെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ബ്രേവ് ആയിട്ടുള്ള സ്റ്റോറീസ് സോങ്ങിൻ്റെ രൂപത്തിലും സ്റ്റോറിയുടെ രൂപത്തിലും ഒക്കെ എൻ്റർടൈൻ ചെയ്യാനും ഇൻഫോം ചെയ്യാനും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ റിട്ടൺ ലാംഗ്വേജിനും അപ്പുറം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് പിന്നീട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ വൈറ്റ് പീപ്പിൾ വരുന്നതിന് മുന്നേ സ്റ്റോറി ടെല്ലിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു ഓഫ് ദ ലൈഫ് ഓഫ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഏത് ഇന്ത്യൻസ് ആണ്? റെഡ് ഇന്ത്യൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഗ്രേസ് പെന്നിയുടെ ടെയിൽസ് ഓഫ് ഷെയിൻസ് എന്ന് പറഞ്ഞൊരു വർക്കിനകത്ത് അവർ പറയുന്നുണ്ട്, ഏർലിയസ്റ്റ് സ്റ്റോറി അവേഴ്സിനെ കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് എന്ത് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും ഈ ഒരു കൾച്ചറിൻ്റെ, അല്ലെങ്കിൽ ഏത് ബിലീഫ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമ്പ് ഫയറിന് ചുറ്റിനും ഇരുന്നാണ് ആളുകൾ സ്റ്റോറീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്റ്റോറി ടെല്ലേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും വയസ്സായിട്ടുള്ള ആളുകളായിരിക്കും. വളരെ വയസ്സായിട്ടുള്ള വയസ്സായിട്ടുള്ള ഓണേർഡ് ആയിട്ടുള്ള ഓൾഡ് മെൻ ആയിരിക്കും സ്റ്റോറീസ് പറയുക ക്യാമ്പ് ഫയറിനിരുന്ന്. ആൻഡ് എന്താ പറയുക, ഈ സ്റ്റോറീസ് പറയാനും സർട്ടൻ ആളുകൾ കാണും. ആൻഡ് ഈ ആളുകളല്ലാതെ വേറെ ആരും ഈ സ്റ്റോറീസ് പറയാൻ തയ്യാറായിട്ട് വരുത്തുമില്ല. ഓണറായിരിക്കും, ഈ ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റോറി പറയുന്നത്. ഒരു ഗിഫ്റ്റ് പോലെ ഒക്കെ ആയിരിക്കും. അങ്ങനെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റോറീസ് ഇവർ പറയുന്നത്. ആൻഡ് ആളുകളെ സ്റ്റോറീസ് പറയാൻ വേണ്ടി വിളിച്ച് ഇരുത്തുന്നത് അവരെ ഫയറിന് ചുറ്റിനുമായിരിക്കും ഇരുത്തുന്നത്. അപ്പോൾ ഓൾഡ് സ്റ്റോറി ടെല്ലർ വലിയൊരു പ്ലേസ് ഓഫ് ഓണറിലായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. ഡോർ വിൽ ബി ക്ലോസ്ഡ് ആഫ്റ്റർ എവരി വൺ വാസ് സീറ്റഡ് ആൻഡ് നോ വൺ വാസ് അലൗഡ് ടു ലീവ്. സ്റ്റോറി പറഞ്ഞു തീരുന്നവരെ അവർക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും സമ്മതിക്കില്ല. ആൻഡ് നോ വൺ വിൽ ബി പെർമിറ്റഡ് ടു സ്പീക്ക് ഡ്യൂറിങ് ദി സ്റ്റോറി. സോ എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരരുത്. ഡിസ്ട്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആ ക്യാമ്പിൽ എന്തെങ്കിലും ഒരു മിസ്ഫോർച്യൂൺ ഹാപ്പൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ. അപ്പോൾ സ്റ്റോറി ടെല്ലർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ലിസണേഴ്സ് എബവ് ദ ഗ്രൗണ്ട്, ലിസണേഴ്സ് അണ്ടർ ദ ഗ്രൗണ്ട്, സ്പിരിറ്റ്സ് ഹു ലിവ് ഇൻ ദ 4 പാർട്സ് ഓഫ് ദി എർത്ത്. ഇങ്ങനെയാണ് സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ എബവ് ദ ഗ്രൗണ്ട് ഇരിക്കുന്നവർ, ഇപ്പോൾ കേൾക്കാനായിട്ടിരിക്കുന്നവർ, മരിച്ചു പോയവർ, ബിലോ ദ ഗ്രൗണ്ടിലുള്ളവർ, പിന്നെ സ്പിരിറ്റ്സ്, ആത്മാക്കളെയും ഇൻവോക്ക് ചെയ്തിട്ടാണ് സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു സേക്രഡ് ഡിവൈൻ സെറമണി ആയിട്ടാണ് ആളുകൾ കണ്ടിരുന്നത് ഇതിനെ. അപ്പം ഇത് സ്റ്റോറി പറയുന്നതിന് മുന്നേ തന്നെ ഒരു പ്രയർ ചൊല്ലും അവർ, ഒരു ഹെൽപ്പിന് വേണ്ടി. അതായത് എങ്ങനെയാണോ ഇവരുടെ അടുത്ത് ഈ സ്റ്റോറി എത്തിയത് അതുപോലെ തന്നെ ഇവർക്കും ഇപ്പോൾ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രയർ പോലെ ചൊല്ലിയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങുന്നത്. ആഫ്രിക്കയിലുള്ള പ്രിമിറ്റീവ് ട്രൈബ്സ് ഉണ്ടല്ലോ, ട്രൈബൽ പീപ്പിൾ, സ്റ്റോറി ടെല്ലിങ്ങിനെ എഡ്യൂക്കേഷന് വേണ്ടിയും കുട്ടികളെ ട്രെയിൻ ചെയ്യാനും വേണ്ടിയായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു എമിനൻ്റ് ആയിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഫോക്ലോറിസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ച് പറയുവാണ്. സോഷ്യൽ ടാബൂസ് ഒക്കെ ഉള്ളത് കാരണം സ്റ്റോറീസ് എന്ന് പറയുന്ന ഡേ ടൈമിൽ പറയത്തില്ല. മദേഴ്സും ഗ്രാൻഡ് മദേഴ്സും എല്ലാം ഓർഡിനറിലി എപ്പോഴായിരിക്കും സ്റ്റോറീസ് പറയുന്നത്, ആഫ്റ്റർ സപ്പർ, രാത്രിയിലായിരിക്കും പറയുന്നത്. സം ടൈംസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് അവർ ഗ്യാദർ ചെയ്തിരിക്കും ആൻഡ് അവർ ഡ്രംസും ഡാൻസും വെച്ചിട്ട് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടായിരിക്കും സ്റ്റോറീസ് പറയുന്നത്. അപ്പോൾ സ്റ്റോറി ടെല്ലർ എന്ത് ചെയ്യും, ആഫ്രിക്കയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. സ്റ്റോറി ടെല്ലർ സെൻറ്ററിൽ നിൽക്കും, ഓഡിയൻസ് സർക്കിളിൽ ഇങ്ങനെ ഇരിക്കും അയാൾക്ക് ചുറ്റിനും. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഷുഡ് നെവർ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല കഥ പറയുന്ന ആൾ. അയാൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഡ്രാമറ്റൈസ് ചെയ്യണം, ജസ്റ്റേഴ്സും ബോഡിയൊക്കെ ഇങ്ങനെ അനക്കി, ട്രീസൊക്കെ ക്ലൈംബ് ചെയ്തും ബുഷസിൻ്റെ പുറകിലൊക്കെ ഹൈഡ് ചെയ്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോറി എങ്ങനെയാണോ പറയുന്നത് അതിൻ്റെ ആക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് ഒരു കൈൻഡ് ഓഫ് പ്രസൻറ്റർ പോലെ ആയിരിക്കണം ഈ സ്റ്റോറി ടെല്ലർ. അങ്ങനെയാണ് ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ഒരു പ്രത്യേക ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇടയിലൊക്കെ സ്റ്റോറീസ് പറഞ്ഞു പോകുന്നത്. ഇനി ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് വേരി ചെയ്യാം, ടൈം മാറുന്നതനുസരിച്ച്, ജനറേഷൻസ് മാറുന്നതനുസരിച്ച്. ചില പ്ലേസസിലൊക്കെ ടെക്നിക്സുകൾ മാറിയിട്ടുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ലൈബ്രറീസിലൊക്കെ പോയി ഗ്യാദർ ചെയ്തിട്ടായിരിക്കും സ്റ്റോറീസ് കേൾക്കുന്നത്, അല്ലെങ്കിൽ പാർക്കിൽ പോയിരുന്ന് കേൾക്കാം, പ്ലേ ഗ്രൗണ്ടിൽ, സ്കൂൾ റൂംസിൽ ഒക്കെ സ്റ്റോറി ടെല്ലിംഗ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ലിവിങ് ആർട്ടാണ്. അതിനെ നമ്മൾ എലക്യൂഷനായിട്ടോ നാടകമായിട്ടോ ഒന്നും കൺഫ്യൂസ് ആക്കരുത്, ഡ്രാമയായിട്ടോ ഒന്നും കൺഫ്യൂസ് ആക്കരുത്. പിന്നെന്താണ്, ഒരു ബുക്ക് വായിക്കുന്ന പോലെ അല്ല സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ബുക്ക് വായിക്കുവാണെന്നുണ്ടെങ്കിൽ ലിസ്ണറിനും സ്റ്റോറി ടെല്ലറിനും തമ്മിൽ ബുക്ക് എന്ന് പറഞ്ഞ ഒരു തടസ്സം കാണും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിറ്ററേച്ചറിന് ജീവൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ലൈഫ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ്, അങ്ങനെ വേണം പറയാൻ. ആൻഡ് പ്രൈമർലി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഫംഗ്ഷൻ എൻ്റർടൈൻ ചെയ്യാനും ഹാപ്പിനെസ് കൊടുക്കാനുമാണ്. അതായത് ടീച്ചറും കുട്ടികളും തമ്മിൽ, ഒരു ന്യൂ കമറും ഗ്രൂപ്പും തമ്മിൽ എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇടപഴകാൻ വേണ്ടി നല്ലൊരു മാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത്, ഒരു എക്സലൻറ്റ് ചോയ്സാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഐഡിയാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ, കുട്ടികളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി, ആർട്ടിനെയും ലിറ്ററേച്ചറിനും അവർക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളിലുള്ള ബ്യൂട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു യങ്ങസ്റ്റ് ചൈൽഡാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, അവൻ്റെ ഇൻട്രസ്റ്റ് വൈഡൻ ചെയ്യാനും, അല്ലെങ്കിൽ യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് യങ്ങായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ വേൾഡ് അറൗണ്ട് ഹിം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവൻ്റെ ഇൻട്രസ്റ്റ് വൈഡൻ ചെയ്യാനും ഒക്കെ സാധിക്കും. അറ്റ് ഫസ്റ്റ് എന്താ, സിമ്പിൾ സ്റ്റോറി വെച്ചിട്ട് തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഡോഗിനെ കുറിച്ചുള്ള, കാറ്റിനെ കുറിച്ചുള്ള, അനദർ ചൈൽഡിനെ കുറിച്ചുള്ള, ട്രെയിനിനെ കുറിച്ചോ കാറിനെ കുറിച്ചോ ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫോക്ക് ടെയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? ഫോക്ക് ടെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് കുറേ ഫോക്ക് ടെയിൽസ് വെച്ചിട്ട്, നാടോടി കഥകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മറ്റേ കുറുക്കൻ മുന്തിരിങ്ങ പിച്ചാൻ പോയ കഥയും മുന്തിരി കിട്ടാത്ത കഥയും അങ്ങനെയൊക്കെ വെച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് ദിസ് ടൈം കുട്ടി എന്തായിരിക്കും, ആ ഒരു യങ് ഏജിൽ കുട്ടി എന്താണ്, ഒരു ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യുവാണ്. ഫാറി ടെയിൽസിനോടും ഒക്കെ ആ ഒരു ഇത് വരാൻ വേണ്ടി, നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി ഫാറി ടെയിൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഗേൾ ചൈൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലേ? ഇപ്പോൾ ഗേൾ ചൈൽഡ് ആണെങ്കിലും ബോയ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റോറി ടെല്ലിംഗ് ഫോർ ഓൾഡർ ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ഗ്രേറ്റ് എപ്പിക്സിലെ കഥകൾ പറഞ്ഞു കൊടുക്കാം. ഗ്രേറ്റ് എപ്പിക്സ് ആകുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യമാണെന്നുണ്ടെങ്കിൽ രാമായണ മഹാഭാരതത്തിലെ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാം. ഗ്രേറ്റ് ഹീറോസിൻ്റെയും ഹീറോയിൻസിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാം, അല്ലേ? അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, വലിയ ആളുകൾ ഇങ്ങനെ ഹീറോസ്, ഗ്രേറ്റ് മെൻ എന്ത് ചെയ്യാണ്, കോൺക്വസ്റ്റ് ഒക്കെ നടത്തി, പിന്നെ എന്താ പറയുക, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കര ഹീറോയിക്കായിട്ട് തിരിച്ചു വരുന്ന, യുദ്ധം ജയിച്ചു വരുന്ന കഥയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടും കുട്ടികൾക്ക്. ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കിട്ടും. ഹോളിഡേയ്സും ഫെസ്റ്റിവൽസും ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള സ്റ്റോറീസ് നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലും അല്ലെങ്കിൽ എന്താ പറയുക, ഈ മീറ്റിങ്ങിലുമൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഫാമിലി സ്റ്റോറീസ് ആണെന്നുണ്ടെങ്കിൽ ഫോക്ക് കസ്റ്റംസിനെ കുറിച്ച്, നമുക്ക് നമ്മുടെ നേഷൻ്റെ കാര്യങ്ങൾ, സ്റ്റോറീസിനെ കുറിച്ചൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും, അല്ലേ? റേസ്, റിലീജിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കസ്റ്റംസ് ഒക്കെ, നമ്മുടെ കൾച്ചറിനെ കുറിച്ചുള്ള സ്റ്റോറീസ് ഒക്കെ നമുക്ക് ചെയ്യാം വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം
ഇനി അവർ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ടായിരുന്നു. സോ 1956 കുട്ടികളുടെ ലൈബ്രറി അസോസിയേഷൻ, ചിൽഡ്രൻസ് ലൈബ്രറി അസോസിയേഷൻ ഒരു ആനുവൽ കോൺഫറൻസ് മയാമി ബീച്ചിൽ സെറ്റ് ചെയ്തു. അവർ സ്റ്റോറി ടെല്ലിംഗ് ഫെസ്റ്റിവൽ തന്നെ ഈ ഗ്രൂപ്പുകാർ പ്രസൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 1956 കാര്യമാണ് പറയുന്നത്. ആൻഡ് എന്താ പറയുക, ആ സമയത്ത് അതായത് അമേരിക്കയിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലേഴ്സ് 6 പേരും ഒരു 3 ഫോറിൻ ലൈബ്രറിയൻസും ഒക്കെ ചേർന്നിട്ടാണ് ഈ എന്താ പറയുക 3 മണിക്കൂർ ക്ലാസ് അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിങ് കണ്ടക്ട് ചെയ്തത്. ഒരു ജാപ്പനീസ് സ്റ്റോറി ടെല്ലർ ഒരു സ്റ്റോറി പറഞ്ഞു, ഫസ്റ്റ് ഇൻ ഇംഗ്ലീഷ്, ആൻഡ് ദെൻ ഡിലൈറ്റഡ് ഹിസ് ഓഡിയൻസ് വിത്ത് ദി ജാപ്പനീസ് വേർഷൻ. ജർമ്മൻ ലൈബ്രറിയൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓൾഡ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് പറഞ്ഞത്, ദ വൂൾഫ് ആൻഡ് ദ 7 കിഡ്സ് എന്നും പറഞ്ഞൊരു സ്റ്റോറി. അപ്പോൾ ഇത് ജർമ്മനിലാണ് പറഞ്ഞെങ്കിലും പക്ഷേ ഈ ലാംഗ്വേജ് അറിഞ്ഞുകൂടാത്തവർക്ക് പോലും എക്സൈറ്റിംഗ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കഥ എന്തുവാണെന്നുള്ളത്. ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു ലൈബ്രറിയൻ എന്താണ് ഓഡിയൻസിന് ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് കൊടുത്തതെന്ന് വെച്ചാൽ അദ്ദേഹം എന്താ പറയുക ഒരു വർക്കിനെ കുറിച്ച്, എലനോർ എന്ന് പറഞ്ഞൊരാളുടെ വർക്കിനെ കുറിച്ച്, പിന്നെ എന്താണ് ഹൗ ദി ക്യാരക്ടർ സ്കിപ്സ് ഇൻ ഹെർ സ്ലീപ്പ്, ആ ഒരു സ്റ്റോറിയെക്കുറിച്ചാണ് ഒരു ഡിലൈറ്റ്ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തത്. സോ ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സ്റ്റോറി റെപ്രസെൻ്റ് ചെയ്തത് ആ ഒരു കോൺഫറൻസിൻ്റെ സമയത്ത്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറീസ് പറയുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം കഥകൾ പറഞ്ഞു കൊടുക്കാൻ. ഭയങ്കര സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാൾ ഇങ്ങനെ സ്റ്റോറീസ് കേൾക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടെക്നിക്കുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഇൻട്രസ്റ്റഡ് ആക്കി ഇരുത്താൻ വേണ്ടി, അല്ലേ? അപ്പം നമ്മൾ ഈ ബുക്സും ഒക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെ നമുക്ക് കഥ പറയാം എന്നുള്ള ബുക്സൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ക്ലാസ് റൂമിലിരുന്നും വീട്ടിലിരുന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഔട്ട്ഡോർ തിയേറ്ററിലിരുന്ന് നമ്മൾ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുന്ന രീതിയും രണ്ടും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇത് എവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ടെക്നിക്സുകൾ സിമ്പിളാണ്. നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം സ്റ്റോറിയുടെ കാര്യത്തിൽ. ദെൻ നമ്മൾ ആ സ്റ്റോറി പറയുക, ഫൊർഗെറ്റ് യുവർ സെൽഫ്. നമ്മളായിരിക്കണം ഇൻസ്ട്രുമെൻറ്റ്, സ്റ്റോറി ആയിരിക്കണം എന്തെന്ന് പറയുന്നത് തിങ്. ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ വേണ്ടി.